2013 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന വർഷം ഇത്. അപ്പോൾ കലണ്ടർ എന്ന ടോപ്പിക്കിൽ ഒരു അടിപൊളി ചോദ്യമാണ് ഇത്. അപ്പോൾ 2013 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വർഷം ഏത്? അപ്പോൾ നമുക്കിവിടെ ഒരു വർഷം തന്നിട്ടുണ്ട്. ഏതാ? 2013 എന്ന് പറയുന്നൊരു വർഷം തന്നിട്ടുണ്ട്. ഈ വർഷം ഉപയോഗിച്ച കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന തൊട്ടടുത്ത വർഷം ഏതാണ് നമ്മുടെ ചോദ്യം. ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം തന്നിരുന്ന ആദ്യമേ തന്നിരിക്കുന്ന വർഷത്തിനെ 4 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. തന്നിരിക്കുന്ന വർഷത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരു വർഷമല്ല ഏതൊരു സംഖ്യ ആയിക്കോട്ടെ, ഏതൊരു സംഖ്യ ആയാലും ആ സംഖ്യയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏതൊക്കെയാണ് ശിഷ്ടം വരാൻ സാധ്യതയുള്ളത്? ഒരു സംഖ്യയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ശിഷ്ടം ഏതൊക്കെ വരാം? ഒന്നുകിൽ 1 വരാം, അല്ലെങ്കിൽ എന്ത് വരാം? 2 അല്ലെങ്കിൽ 3 വരാം, 2ഓ 3ഓ വരാം, അല്ലെങ്കിൽ ഏത് വരാം? 0 വരാം. അപ്പോൾ ഒരു സംഖ്യയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം ഏതൊക്കെയാണ് വരുന്നത്? 1 വരാം, 2 അല്ലെങ്കിൽ 3 വരാം, അല്ലെങ്കിൽ 0 വരാം. ഓക്കെ അല്ലേ? നമ്മളിവിടെ ആദ്യം തന്നിരിക്കുന്ന വർഷത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5 4 20. ശിഷ്ടം 0. 1 ഇറക്കുന്നു, പോകത്തില്ല, അതുകൊണ്ട് 0 മുകളിൽ കൊടുക്കുന്നു. ആ 3 അങ്ങ് ഇറക്കുന്നു. 3 × 4 12. ഓക്കെ അല്ലേ? നമുക്കിവിടെ ശിഷ്ടം എത്രയാവുന്നേ? ശിഷ്ടം 1 ആവുന്നേ. അപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, നമ്മൾ തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 1 നമുക്ക് വരുന്നതെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം 6 കൂട്ടിയാൽ നമ്മുടെ ഉത്തരമായി. ഇനി അഥവാ ശിഷ്ടം 2ഓ 3ഓ ആണ് വരുന്നതെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം 11 കൂട്ടിയാൽ നമ്മുടെ ഉത്തരമായി. ഇനി വരുന്ന ശിഷ്ടം 0 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം 28 കൂട്ടിയാൽ നമ്മുടെ ഉത്തരമായി. അതായത് ഈ ഒരൊറ്റ കാര്യം മാത്രം പഠിച്ചാൽ മതി, ഈ ചോദ്യം നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന വർഷത്തിനെ 4 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. ഒരു വർഷത്തിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം ഏതൊക്കെ വരാം? 1 വരാം, 2 അല്ലെങ്കിൽ 3 വരാം, 0 വരാം. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന വർഷത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 1 വരുന്നതെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം 6 കൂട്ടിയാൽ നമ്മുടെ ഉത്തരമായി. വരുന്ന ശിഷ്ടം 2 അല്ലെങ്കിൽ 3 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം 11 കൂട്ടിയാൽ നമ്മുടെ ഉത്തരമായി. ഇനി അഥവാ വരുന്ന ശിഷ്ടം 0 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം 28 കൂട്ടിയാൽ നമ്മുടെ ഉത്തരമായി. ഇവിടെ നോക്കി, വന്ന ശിഷ്ടം 1 അല്ലേ? അപ്പോൾ നമ്മൾ എന്താ കൂട്ടേണ്ടത്? 6. നമ്മുടെ വർഷം ഏതാ? 2013. 2013നോടൊപ്പം എന്ത് കൂട്ടണം? 6 കൂട്ടണം. 2013നോടൊപ്പം 6 കൂട്ടിയാൽ 2019 നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പക്ഷേ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് എല്ലാ സമയത്തും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതിനൊരു എക്സെപ്ഷണൽ കേസ് ചോദ്യമുണ്ട്. നമുക്ക് ആ ചോദ്യം കൂടെ നോക്കാം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: 1772 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന വർഷം ഏത്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന വർഷത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1772 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 4 16. ശിഷ്ടം 1, 7 ഇറക്കുന്നു. വീണ്ടും 4 4 16, 1 2 ഇറക്കുന്നു. 3 × 4 12, 0. നമുക്ക് ശിഷ്ടം എത്രയാണ് കിട്ടിയേ? 0 കിട്ടിയത്. നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് ശിഷ്ടം 0 വരുന്നതെങ്കിൽ നമ്മൾ എത്രയാണ് കൂട്ടേണ്ടത്? 28 കൂട്ടേണ്ടത് അല്ലേ? നമ്മളിവിടെ 1772നോടൊപ്പം 28 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 1800 എന്നൊരു വർഷം കിട്ടും. ഓപ്ഷൻ എയിൽ എന്തായാലും ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും, നമ്മൾ അത് തന്നെ അടിക്കും. പക്ഷേ ഇത് തെറ്റാണ്. 1800 എന്ന് പറയുന്ന ആൻസർ തെറ്റാണ്. കാരണം ഇവിടെ 1772 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ശിഷ്ടം 0 വന്നു. അതിനർത്ഥം എന്താണ്? 1772 എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീപ്പ് ഇയർ അല്ലേ? ലീപ്പ് ഇയർ ആണ്, അതായത് ഒരു അതിവർഷമാണ് 1772. അതായത് 4ന്റെ ഗുണിതമായിട്ടുള്ള എല്ലാ വർഷങ്ങളെയും നമ്മൾ എന്തെന്ന് പറയും? ലീപ്പ് ഇയർ എന്ന് പറയും. എന്നാൽ ഈ ലീപ്പ് ഇയറിനോടൊപ്പം നമ്മൾ 28 എന്ന സംഖ്യ കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 1800 അല്ലേ? 1800 എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടാണ്. നൂറ്റാണ്ടുകൾ ലീപ്പ് ഇയർ ആവണമെങ്കിൽ അതെന്തിൻ്റെ ഗുണിതമായിരിക്കണം? 400ന്റെ ഗുണിതമായിരിക്കണമെന്ന് നമുക്കറിയാം. 400ന്റെ ഗുണിതമായിരിക്കണമെന്ന് നമുക്കറിയാം. എന്നാൽ 1800 എന്ന് പറയുന്നത് 400ന്റെ ഗുണിതമാണോ? അല്ല. അതുകൊണ്ട് തന്നെ 1800 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണോ? അല്ല. ഇതൊരു സാധാരണ വർഷമാണ്, സാധാരണ വർഷം. ഓക്കെ അല്ലേ? അപ്പോൾ 1772 ഒരു ലീപ്പ് ഇയർ ആയിരുന്നു, എന്നാൽ 1800 ഒരു സാധാരണ വർഷമാണ്. പിന്നെ എങ്ങനെ 1772 ഉപയോഗിച്ച കലണ്ടർ 1800 ഉപയോഗിക്കുന്നത്? അതായത് ഒരു ലീപ്പ് ഇയർ ഉപയോഗിച്ച കലണ്ടർ ഒരു സാധാരണ വർഷം ഉപയോഗിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനൊരു കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അതായത് നമ്മൾ ആദ്യം തന്നിരിക്കുന്ന വർഷത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം 0 കിട്ടുന്നത്. 0 കിട്ടുമ്പോൾ നമ്മൾ തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം 28 കൂട്ടും. ആ 28 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിവർഷമല്ലാത്തൊരു നൂറ്റാണ്ടാണെങ്കിൽ അവിടെ 28 കൂട്ടേണ്ടത്, പകരം 40. അവിടെ 28 പകരം കൂട്ടേണ്ട സംഖ്യ ഏതാണ്? 40. അപ്പോൾ 1772നോടൊപ്പം ഏതാ കൂട്ടേണ്ടത്? 40. കൂട്ടുമ്പോൾ 2 1812. നമ്മുടെ ഉത്തരം എന്തായിരിക്കും? 1812 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വർഷം തന്നിട്ട് നമ്മൾ ആ വർഷത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം ആദ്യം 0 കിട്ടും. 0 കിട്ടുമ്പോൾ നമ്മൾ എന്താ കൂട്ടേണ്ടത്? 0 കിട്ടിയാൽ നമ്മൾ എത്രയാണ് കൂട്ടേണ്ടത്? 28 സാധാരണ കൂട്ടേണ്ടത്. നമ്മൾ ആ 28 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത്
സാധാരണ വർഷമായിട്ടുള്ളൊരു നൂറ്റാണ്ടാണെങ്കിൽ, സാധാരണ വർഷം അതായത് അതിവർഷമല്ലാത്ത ലീപ്പ് ഇയർ അല്ലാത്ത ഒരു നൂറ്റാണ്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ 28-ന് പകരം 40ആണ് കൂട്ടേണ്ടതെന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ ഇനിയിപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് 1972 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന തൊട്ടടുത്ത വർഷം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് എഴുതാം. 1972 നമ്മൾ ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 4 4 16, ശിഷ്ടം 3 7, 9 4 36, ശിഷ്ടം 1 2, 3 × 4 12. നമുക്കിവിടെ ശിഷ്ടം 0 കിട്ടി. ഓക്കെ അല്ലേ? നമ്മൾ 1972 എത്ര കൂട്ടണം? 28 കൂട്ടണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2000 കിട്ടി. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് 2000 കറക്റ്റാണ്. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് 2000 കറക്റ്റാണ്. കാരണം 1972 ഒരു ലീപ്പ് ഇയർ തന്നെയാണ്. 2000 എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടായിട്ടുള്ള ലീപ്പ് ഇയർ ആണ്. ഇവിടെ ഉത്തരം 2000 തന്നെയാണ്. എന്നാൽ ഇവിടോട്ട് വരുമ്പോൾ ഉത്തരം എങ്ങനെ മാറിയെന്ന് ചോദിച്ചാൽ 1772 ഒരു ലീപ്പ് ഇയർ ആണ്. എന്നാൽ നമുക്ക് 28 കൂട്ടിയപ്പോൾ കിട്ടി 1800 എന്ന് പറയുന്നത് എന്താണ്? ഒരു സാധാരണ വർഷമാണ്. സാധാരണ വർഷം. അപ്പോൾ നമുക്ക് ഈ 28 കൂട്ടുമ്പോൾ കിട്ടുന്നത് സാധാരണ വർഷമായിട്ടുള്ള ഒരു നൂറ്റാണ്ടാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? 28-ന് പകരം എന്താ കൂട്ടേണ്ടേ? 40 കൂട്ടേണ്ടേ. ഈ ഒരു ചോദ്യം PSC ഒരൊറ്റ തവണയെ ചോദിച്ചിട്ടുള്ളൂ. പണ്ട് എപ്പോഴുമാണ് ചോദിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇതൊരു ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാലും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ അല്ലേ? അല്ലാതെ സാധാരണ ഏത് വർഷം ചോദിച്ചാലും നമ്മുടെ ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന ശിഷ്ടം 1 ആണെങ്കിൽ 6 കൂട്ടുക. കിട്ടുന്ന ശിഷ്ടം 2 3 ആണെങ്കിൽ 11 കൂട്ടുക. കിട്ടുന്ന ശിഷ്ടം 0 ആണെങ്കിൽ 28 കൂട്ടുക. ഓക്കെ അല്ലേ?